ഇതൊരു മാക്ബുക്ക് എയർ M2 ആണ്. ഇതിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് ഡിസ്പ്ലേ ബ്രോക്കൺ ആണ്. ഇതിനകത്ത് എന്തോ വെച്ച് അടച്ചതാണ്. അത് അങ്ങനെ ഡിസ്പ്ലേ ഇവിടെ ബ്രോക്കൺ ആയിട്ട് ഡിസ്പ്ലേ ബ്ലാങ്ക് ആയി പോയിട്ട് ഡിസ്പ്ലേയിലൊന്നും തെളിഞ്ഞു വരില്ല. പക്ഷേ എക്സ്റ്റേണൽ ഡിസ്പ്ലേ കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ചെയ്യും. ഈ പോർഷനിലായിട്ടൊരു ചെറുതായിട്ട് ഡിസ്പ്ലേ അവിടെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഇത് കൂടുതലും ഇങ്ങനെയുള്ള ഈ പുതിയ മാക്ബുക്കുകളുടെയൊക്കെ ഡിസ്പ്ലേ വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ട് ഇതിനകത്ത് ഇവിടെ ഇങ്ങനെ ഒന്നുകിൽ ചാർജറിൻ്റെ കേബിളോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എടുത്ത് വെച്ച് അടയ്ക്കുന്ന സമയത്താണ് ഇതുപോലെ ഡിസ്പ്ലേ ബ്രോക്കൺ ആവുന്നത്. അപ്പോൾ ഇങ്ങനെ ഡിസ്പ്ലേ പൊട്ടിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ കമ്പനി കൊണ്ട് ചെല്ലുന്ന സമയത്ത് അവർ നല്ലൊരു എമൗണ്ട് ഡിസ്പ്ലേ മാറാൻ വേണ്ടിയിട്ട് ചാർജ് ചെയ്യും. ഈ ഒരു മോഡൽ എന്നുള്ളതല്ല, മാക്ബുക്കിൻ്റെ പുതിയ വരുന്ന എല്ലാ മോഡലുകളുടെയും ഡിസ്പ്ലേ റീപ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള സർവീസാണ്. ഞാൻ ഇതിനു മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, മാക്ബുക്ക് എയർ M1ൻ്റെ ലോ കോസ്റ്റിൽ LCD റീപ്ലേസ് ചെയ്യുന്നൊരു വീഡിയോ ഓൾറെഡി ഞാൻ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ M2 ആണ്. അപ്പോൾ പലരും വിളിച്ചിട്ട് ആ വീഡിയോ കണ്ടിട്ട് പലരും ചോദിക്കുന്നുണ്ട്, മറ്റു പല മോഡലുകളും മാറ്റാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് 13 ഇഞ്ചിൽ വരുന്ന ഒട്ടുമിക്ക മാക്ബുക്കുകളുടെയും ഡിസ്പ്ലേ LCD ആയിട്ട് മാറ്റാവുന്നതാണ്. അപ്പോൾ ഈ കമ്പനി സർവീസ് സെൻറ്ററിൽ പോയിട്ട് ഇതിൻ്റെ ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്യാനുള്ള കോസ്റ്റ് താങ്ങാൻ പറ്റാത്തവർക്ക്, അല്ലെങ്കിൽ അത്രയും രൂപ കൊടുത്ത് സർവീസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ആൾട്ടർനേറ്റീവായിട്ടുള്ള ഒരു താരതമ്യേന ലോ കോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണ് ഇതിൻ്റെ LCD മാത്രമായിട്ട് റീപ്ലേസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ LCD മാത്രമായിട്ട് റീപ്ലേസ് ചെയ്യുന്ന സമയത്തുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇതിൻ്റെ ഒറിജിനൽ ബോഡിയിൽ LCD റീപ്ലേസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ട്രൂ ടോണും മറ്റു കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. സെൻസേഴ്സ് എല്ലാം ഒറിജിനൽ തന്നെ കീപ്പ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒറിജിനാലിറ്റി നഷ്ടപ്പെടാത്ത രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഈ LCD റീപ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. നല്ല ഫിനിഷിങ്ങിൽ അതിൻ്റെ ഒറിജിനാലിറ്റി നഷ്ടപ്പെടാത്ത രീതിയിൽ പെർഫെക്റ്റ് ആയിട്ടാണ് ഞങ്ങളിവിടെ റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ LCD റീപ്ലേസ്മെൻറ്റ് ഇപ്പോൾ ഓൾറെഡി ഫിനിഷ് ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പുറത്ത് വരുന്ന LCD. വളരെ തിന്നായിട്ടുള്ള പാനലാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്നത്. ഇത് വളരെ തിന്നായിട്ടുള്ള പാനലാണ്. അപ്പോൾ ഈ പാനൽ വളരെ ചെറിയൊരു ഇമ്പാക്റ്റ് ഉണ്ടെങ്കിൽ പോലും ഈ പാനൽ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. ചില കേസിൽ ഇത് ബ്ലാങ്ക് ആയിട്ടും വരാറുണ്ട്. ബ്ലാങ്ക് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേയിലൊന്നും തെളിഞ്ഞു വരില്ല, ഒരു വളരെ ലൈറ്റായിട്ടുള്ള ഒരു ബ്ലൂ ലൈറ്റ് മാത്രം ഇങ്ങനെ കാണാം. ആ രീതിയിലും ഈ മോഡൽ കംപ്ലൈൻ്റ് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ കമ്പനിയിൽ ഇതിൻ്റെ ഡിസ്പ്ലേ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട്. കമ്പനി പോയിട്ടുള്ളവർക്കറിയാം എത്രത്തോളം അതിനൊരു കോസ്റ്റ് വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ റേറ്റ് കൊടുക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് അതിൻ്റെ ഒറിജിനാലിറ്റി നഷ്ടപ്പെടാത്ത രീതിയിൽ വിത്ത് ട്രൂ ടോണ് ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് എറർ ഒന്നും വരാത്ത രീതിയിൽ LCD റീപ്ലേസ് ചെയ്യാനുള്ള ഒരു ബെറ്റർ ഓപ്ഷനാണിത്. ഈ LCD പാനൽ ഞങ്ങളിവിടെ പെർഫെക്റ്റ് ആയിട്ട് യാതൊരുവിധ മാർക്കിങ്ങോ ഒന്നും വീഴാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഞങ്ങളിവിടെ റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ സർവീസ് ആവശ്യമുള്ളവർ ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇതേപോലെ ആപ്പിൾ പ്രൊഡക്റ്റുകളുടെ റിപ്പയറിംഗ് സംബന്ധമായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.